സുധി ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത് കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂമും കൊണ്ടാണ് എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അപ്പോൾ ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാനായിട്ട് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കാണ്. ഒരുപാട് സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ച ബിഗ് ബോസ് സീസൺ 7 ഇങ്ങ് എത്തുകയാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പുതിയ സീസണിൽ നമ്മൾ കാണാൻ പോകുന്നത്, ഈ വരുന്ന മത്സരാർത്ഥികൾ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തരും, എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഒരു സേഫ് ഗെയിമും സമ്മതിക്കില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്ടിം കാർഡുകൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോപ്പിംഗ് കാർഡ്, ഫേക്ക് കാർഡ്, അതുപോലെ നന്മ മരം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സമ്മതിക്കില്ല. അതെല്ലാം പൊളിച്ചെഴുതുമെന്നാണ് ബിഗ് ബോസ് ഇത്തവണ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തവണത്തെ ബിഗ് ബോസ് എന്തായാലും ഒരു സ്പെഷ്യൽ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം, കണ്ടസ്റ്റൻസിന്റെ പേരുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പേരുകൾ ഒന്ന് പറയാം. ഒന്ന് അഭിശ്രീ, അഭിലാഷ് എന്നറിയപ്പെടുന്ന അഭിശ്രീ. രേണു സുധിയുടെ പേര് പ്രത്യേകം പറയേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പാനി ശരത്ത്, ബിന്നി സെബാസ്റ്റ്യൻ, അക്ബർ ഖാൻ, ഒനിയൻ സാബു, ശാരിക, കലാഭവൻ സരിക, ശൈത്യ സന്തോഷ്, ഷാനവാസ്, ആര്യൻ, നെവിൻ, അനുമോള്, RJ ബിൻസി, ആദില നൂറ, മുൻഷി രഞ്ജിത്ത്, രണ ഫാത്തിമ, അനീഷ്. പിന്നൊരു പ്രത്യേകം പേര് കേൾക്കുന്നുണ്ട്. ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ച ഒരു താരത്തിന്റെ പേരാണ് കേൾക്കുന്നത്. ഹിന്ദി ബിഗ് ബോസ് ഒരു സീസൺ 9 മറ്റോ മത്സരിച്ച മത്സരാർത്ഥിയാണ് പറയുന്നത്. എന്താണ്, ജിസൽ തക്രാൽ എന്നാണ് പേര് കേൾക്കുന്നത്. ജിസൽ തക്രാൽ എന്നാണ് പേര്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇനി മലയാളം അറിയുമോ ഈ കക്ഷിക്ക് എന്നാണ് ഒരു ഡൗട്ട് ഉള്ളത്. നമുക്കറിയാം, മലയാളം ബിഗ് ബോസിൽ ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അതും പേര് കേൾക്കുമ്പോൾ ഒരു മലയാളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ മലയാളം ആയിരിക്കുമോ സംസാരിക്കാം, അതോ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. മലയാളത്തിൽ സംസാരിക്കണം എന്നൊരു നിയമവുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് മലയാളിയോ മറ്റോ ആവാനുള്ള ചാൻസസും ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രേണു സുധിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ്. രേണു സുധി ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും 100% ഉറപ്പായിട്ടുണ്ട്. രേണു കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചിരുന്നു. ബിഗ് ബോസിലോട്ട് ഞാൻ പോയിട്ടില്ല, വെറുതെ പറയാണ്, ഞാൻ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാടകങ്ങൾ കളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ചുള്ളത്തി ബിഗ് ബോസിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചെന്ന് കയറിയ പാടെ അവിടെ മൊത്തത്തിൽ ഇളകി മറിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂമും കൊണ്ടാണോ പോയത് എന്നൊരു സംശയവും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവിടെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത്, ഒരു ഷോ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു അഭിനയവും അതുപോലെ തന്നെ മൊത്തം നാടകങ്ങളും ഒക്കെയുള്ള ഒരു ഷോ ആണല്ലോ. അവിടെ എന്തൊക്കെ വിക്ടിം കാർഡാണെങ്കിലും എന്തൊക്കെ ഇറക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് റൂൾ വെച്ചാലും ലാലേട്ട റൂൾ വെച്ചാലും അവിടെ ഇതൊക്കെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്തായാലും സുധി ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം കൊണ്ടുപോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ സിമ്പതി വർക്കൗട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ചിലപ്പോൾ രേണുവിന് അതുമൂലം സാധിക്കാം. ഞാനിതെടുത്ത് മണപ്പിക്കാറുണ്ട്, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ എടുത്ത് മണപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം വരുമ്പോൾ മണപ്പിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെടുത്തുകൊണ്ടുള്ള ഒരു പ്ലേ അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാതിരിക്കാനായിട്ട് യാതൊരുവിധ ചാൻസും ഇല്ല. ഇനി ബിഗ് ബോസ് എങ്ങാനും അത് ഉള്ളിലേക്ക് കൊടുത്തു വിടാതിരിക്കണം. ബിഗ് ബോസിനും ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. എന്തായാലും ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇവരെ സാധനങ്ങൾ മുഴുവൻ ചെക്ക് ചെയ്തിട്ടാണല്ലോ ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. ആ സമയത്ത് ഇനി ബിഗ് ബോസ് എങ്ങാനും ഇത് കൊടുക്കാതെ ഇരിക്കണം രേണു സുധിക്ക്. അപ്പൊ ആ സമയത്ത് ക്യാമറയുടെ മുന്നിൽ വന്ന് നോക്കി നിന്നുകൊണ്ട് ഒരാൾ ഡയലോഗ് പറയാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്ക് സുധി ചേട്ടന്റെ മണമുള്ള ആ പെർഫ്യൂം ഒന്ന് തരണം ബിഗ് ബോസ്, എനിക്കത് വേണം, എനിക്ക് ഒറ്റപ്പെടുന്ന സമയത്ത് എനിക്കത് വേണം, എന്റെ കൂടിയുണ്ട് സുധി ചേട്ടൻ എന്നൊക്കെ തോന്നാനായിട്ട് എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം പ്ലാനും ഞാൻ അവിടെ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും രേണു സുധി ഒരു മൈൻഡ് ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. നല്ലൊരു മൈൻഡ് ഗെയിമർ തന്നെയാണ് രേണു സുധി. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കും. പിന്നെ തുടക്കത്തിൽ തന്നെ അവിടെ അടി പൊട്ടി എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ പ്രമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു അടി അവിടെ പൊട്ടിയിട്ടുണ്ടോ, അത് രേണു സുധിയാണ് അവിടെ അടി പൊട്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു സുധി ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം ഞാൻ കരുതാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പൊ ബിഗ് ബോസിൽ ഇത്തവണ 19-20 പേര്
എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കോമണർ ആയിട്ടുള്ള ഒരു അനീഷും കൂടി ഉണ്ട്. അനീഷും ഒക്കെ ഉള്ള ഒരു മത്സരാർത്ഥി, ഒരു നീണ്ട നിര തന്നെയാണ് ഇത്തവണ ഉള്ളത്. സാധാരണ ഒരു 15-16 പേരൊക്കെ ഉണ്ടാവാറുള്ളെങ്കിൽ ഇത്തവണ 19-20 പേര് ബിഗ് ബോസ് സീസൺ 7 ഒരുമിച്ച് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വൈൽഡ് കാർഡുകളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു നോട്ടപ്പുള്ളി എന്ന് പറയുന്നത് രേണുസുതി തന്നെയായിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി. എല്ലാവർക്കും രേണുസുതി ബിഗ് ബോസിൽ പോയോ എന്നറിയാനാണ് ഒരുപാട് ആകാംക്ഷ. അങ്ങനെയുള്ള സമയത്ത് ബാക്കിയുള്ള എല്ലാവരും തന്നെ രേണുസുതിയെ ആ ഒരു ഇമേജിൽ നോക്കി കാണുന്ന സമയത്ത് രേണുസുതിയുമായി ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ എല്ലാവരും ശ്രമിക്കും. ഒന്നല്ലെങ്കിൽ രേണുസുതിക്ക് എതിരെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ രേണുസുതിക്ക് ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു മത്സരമായിരിക്കും ഇത്തവണ ബിഗ് ബോസ്. ചിലപ്പോൾ ഇപ്പോഴത്തവണത്തെ ബിഗ് ബോസ് രേണുസുതി തന്നെ ഭരിക്കാനുള്ള ചാൻസും ഉണ്ട്. അത് നിങ്ങൾ അങ്ങനെ വിട്ട് കളയണ്ട, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം രേണുസുതിയുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ആ കണ്ടന്റുകൾ കൊടുക്കുന്ന ആ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി. രേണുസുതിക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരുടെ അടുത്തും എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഇപ്പൊ അനുമോളൊക്കെ വരുന്നുണ്ട്. അത്രയും സോഷ്യൽ ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഇമേജുള്ള വ്യക്തിയാണ് അനുമോളൊക്കെ. അവരൊക്കെ രേണുസുതിയുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് പെരുമാറുക, പ്രത്യേകിച്ച് കൊല്ലസുതിയുമായിട്ട് അത്രയും അടുപ്പുള്ള അനുമോൾക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സംശയമാണ്. രേണുസുതിയുടെ അടുത്ത് എങ്ങനെയൊക്കെയാണ് ഇടപെടുക എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ രേണുസുതിനെ ബേസ് ചെയ്തുകൊണ്ട് ഗെയിം മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ നിന്ന് സ്റ്റേജിൽ നിന്നുകൊണ്ട് രേണുസുതിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, എന്താണ് മോളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുകയാണല്ലോ, ഇത്രയും വലിയൊരു താരാണല്ലോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് രേണുസുതിയുടെ മറുപടികൾ എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നാളത്തെ ഇനിയിപ്പൊ അടിപൊട്ടിയതിന്റെ പ്രമോ വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവം, എന്താണ് കാര്യം എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പ്രമോസ് ഒക്കെ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇനിയിപ്പോ നേരെയുമില്ലാഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് പ്രമോകളിലൂടെ പുറത്തുവിടാനുള്ള മടി കൊണ്ടോ എന്തുകൊണ്ട് പ്രമോസ് ഒക്കെ വളരെയധികം കുറവാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ സ്റ്റേജിൽ സാധാരണ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നതിന്റെ പ്രമോ ഒക്കെ വരേണ്ട സമയമായിട്ടും പ്രമോസ് ഒന്നും വന്നിട്ടില്ല. ഇനി ജസ്റ്റ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തുടങ്ങാനായിട്ട്. സീസൺ 7 എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ച് വൈകിയാണ് ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന ഒരു സംഭവം ഇപ്പോൾ ഒരുപാട് വൈകിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട്. ബിഗ് ബോസ് എന്നുള്ള പറയുന്ന ഷോയ്ക്ക് ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇത് കാണും. അതുപോലെ തന്നെ ഈ വരുന്ന മത്സരാർത്ഥികളോടുള്ള ഫാൻസും ഉണ്ടായിരിക്കും. അവരും ഇത് കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ഒരാളെ ഇഷ്ടമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ നമ്മൾ കാണാറുള്ളത്. ആ ഒരു കാര്യം നമ്മൾ ഇത്തവണയെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ ഗെയിം കണ്ട് തന്നെ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കത് അത്ര പെട്ടെന്ന് സാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ആദ്യത്തെ 1, 2, 3 ആഴ്ചയിൽ നമ്മൾ ഒരാളെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റും. ആ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അതങ്ങ് ഗെയിം അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പൊ എന്ത് ചെയ്താലും പ്രശ്നമില്ല, എങ്ങനെ വന്നാലും പ്രശ്നമില്ല, ആൾ എന്ത് ചെയ്താലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ അതിനങ്ങ് സപ്പോർട്ട് ചെയ്യും. എന്നാൽ അതിനേക്കാളും നന്നായി ഗെയിം കളിക്കുന്നവർ ചിലപ്പോൾ തള്ളി പറയും, അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യാതെ അവിടെ ഗെയിം കളിക്കുന്നവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഗെയിം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ കുറെ വാഴകൾ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. ഇത്തവണ വാഴകളൊന്നും വേണ്ടാന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ പ്രേക്ഷകർ വോട്ടിലൂടെയാണല്ലോ പുറത്താക്കുന്നത്. ഇപ്പൊ വാഴകൾ അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ലാലേട്ടനെടുത്ത് പുറത്ത് കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കേണ്ട കാര്യമല്ലേ. അപ്പൊ നമ്മൾ വേണം ഇത്തവണത്തെ ഗെയിം നിയന്ത്രിക്കാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് നിയന്ത്രിക്കണം. ഗെയിം അവിടെ കണ്ടുകൊണ്ട്, അവിടുത്തെ ആൾക്കാരെ കണ്ടുകൊണ്ടല്ല നമ്മൾ ഗെയിം നിയന്ത്രിക്കേണ്ടത്, അവിടുത്തെ ഗെയിം കണ്ടുകൊണ്ട് വേണം നമുക്ക് അത് നിയന്ത്രിക്കേണ്ടത്. അവിടെ ആര് നിൽക്കണം പോകണം എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കുമ്പോൾ അവിടുത്തെ ഗെയിം നോക്കിക്കൊണ്ടായിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ലിസ്റ്റ് കേൾക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണെന്നാണ് നമുക്ക് ആ ലിസ്റ്റ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ആദില, നൂറ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ നന്നായി സംസാരിക്കാനും കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ ഇത്തവണ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി സീസൺ ആവും സീസൺ 7 എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്.
ഇനി നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ചിലപ്പോൾ കണ്ടന്റ് കിട്ടാതെയും ഇരിക്കാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരവിടെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് കഥ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ഗെയിമുകൾ ബിഗ് ബോസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടിപൊട്ടുന്നതാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയായിരിക്കും. സാധാരണ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമുകളൊക്കെയാണ് ബിഗ് ബോസ് കൂടുതലും കൊടുക്കുന്നത്. ആ ഗെയിമുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല ഗെയിമുകൾ അവരുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കളി മുറുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രേണുസുതിയൊക്കെ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. ഞാൻ പറയുന്നു, ഇതുവരെ നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ രേണുസുതിനെ കണ്ടത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗെയിം കണ്ടുകൊണ്ട് രേണുസുതിനെ വിലയിരുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ പുറത്തുണ്ടായിരുന്ന രേണുസുതിനെ നമ്മൾ അവിടെ വിലയിരുത്തി നമുക്ക് മാറ്റി വയ്ക്കാം. അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ ഗെയിം, അത് വെച്ചിട്ട് രേണുസുതിനെ വിലയിരുത്താനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഷോയിൽ ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ഗെയിം അനുസരിച്ച് നമുക്ക് ഓരോരുത്തരെയും കാണണം, അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു സപ്പോർട്ടിങ് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരെയും ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത്. അപ്പൊ സീസൺ 7 തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം മക്കളെ. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഓക്കെ, ബൈ ബൈ.